إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വ്യാഴാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള ഒരു അവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് പെയ്തിറങ്ങിയത്. പക്ഷേ ആ റഹ്മത്ത് ഈ ആഴ്ച നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ക്ലാസ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ കൂടെ അറിയിക്കും. അപ്പം മാത്രമേ ക്ലാസ് ഇല്ലാത്ത ദിവസം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഗ്രൂപ്പിലൂടെ പ്രത്യേകിച്ച് അറിയിപ്പൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് ക്ലാസ് ഉണ്ട് എന്ന് ചെയ്യണം. എല്ലാവരും മനസ്സിലാക്കി മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് വേഗം വന്ന് ഒരു മണിക്കൂർ അതിലധികം നമ്മൾ പോകില്ല. നമ്മൾ QHLS പഠന ക്ലാസ്സിലാണുള്ളത്. ഇതിൻ്റെ വാർഷിക പരീക്ഷ ജൂൺ 14 നടക്കുകയാണ്. എവിടെയാണ് പരീക്ഷ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ISM-ൻ്റെ പ്രവർത്തകർ നേതാക്കന്മാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ നമ്മുടെ യൂണിറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മുടെ പരിപ്ര യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പള്ളിയിലാണ് പള്ളിയിൽ, മദ്രസയിലാണോ മദ്രസയിൽ, ഏതെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു 15-ാം തീയതിയോടുകൂടി ആർക്കൊക്കെ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം മെയ് മാസം 15-ാം തീയതിയോടുകൂടി പിന്നെ നമുക്ക് പരീക്ഷ എഴുതാനുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ സമയത്ത് പേര് കൊടുക്കണം, രജിസ്റ്റർ ചെയ്യണം. ജൂൺ 15-നാണ് നമുക്ക് പരീക്ഷ വരുന്നത്. അതേ പറയാണ്, നമുക്കൊരു മാസത്തോളം നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങിയത് കുറച്ച് വൈകിട്ടാണ്, ഫസ്റ്റ് മുതലേ തുടങ്ങിയത്. അപ്പോൾ ഏതായാലും നമ്മുടെ സിലബസ് തീരൂല. നിങ്ങൾ പാഠപുസ്തകം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അമാനിമോളുടെ തഫ്സീർ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോ ക്ലാസ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ പൂർത്തിയാവില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്ന ക്ലാസ്സിന് പുറമെ സ്വയം ഒരു പഠനം ഉണ്ടാകണം എന്നെന്ത് ചെയ്യാണ് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും ഒക്കെ നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിക്കുന്നത് 1 ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ, 2 H ഹദീസ്, പിന്നെ ലേണിംഗ് സ്കൂൾ. അതിനിടയിൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നല്ല നല്ല പ്രാർത്ഥനകൾ. പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അല്ലാഹുവുമായിട്ട് ബന്ധമുണ്ടാകുന്നത് ദിക്റുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ.
ആ പ്രാർത്ഥനകളിൽ തന്നെ പ്രത്യേകം സുജൂദിന്റെ സമയത്തെ പ്രാർത്ഥന, അത് അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സുജൂദിന്റെ സമയത്തെ പ്രാർത്ഥന, അള്ളാഹുമായിട്ട് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുന്ന സമയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക? അത് പരിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് എന്ത് പരിഗണന? ഒരു പരിഗണനയും അള്ളാഹു ഉണ്ടാവില്ല നിങ്ങൾ പ്രാർത്ഥന ഇല്ലെങ്കിൽ. നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ അപ്പം നമ്മൾ നോക്കെന്താ, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അപ്പം നമ്മൾ മൊബൈൽ എടുക്കും, വാട്സാപ്പ് തുറക്കും, അല്ലേ? അതല്ലെങ്കിൽ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇതാണ് നമ്മളെ പരിപാടി. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളില്ല, സ്വലാത്തുകളില്ല, പ്രാർത്ഥനകളില്ല. പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കും? എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കും? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടുക എന്നുള്ളത്. അതിന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. അതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് പിന്നെ അള്ളാഹുമായിട്ട് നമ്മളെപ്പോഴും ദിക്റുകൾ ചൊല്ലി, അതുപോലെ പ്രാർത്ഥനകൾ ചൊല്ലി. ഇപ്പം നമ്മൾ അവസാനം പഠിച്ച പ്രാർത്ഥന അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, രാവിലെ ചൊല്ലണം, വൈകുന്നേരം ചൊല്ലണം. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ കാവലാണ്, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ കാവലാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ പോയി ഇറങ്ങിയാൽ അവിടെ എന്ത് ചെയ്യണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് വരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒറ്റയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തും പോകുന്നില്ല, ഒറ്റയ്ക്ക് നമ്മൾ ഒരു സ്ഥലത്തും പോകുന്നില്ല. അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലാ തഹ്സൻ, നീ ഭയപ്പെടരുത് അബൂബക്കറെ, നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അതിനർത്ഥം അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നല്ല. അള്ളാഹുവിന്റെ അർശിൽ, അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ, അള്ളാഹു ഏഴാം ആകാശത്തിനപ്പുറമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നീ എവിടെയായാലും അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? പിന്നെ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അള്ളാഹുവിന്റെ കാവല്, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ അറിവ് ഒക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പരമേൽപ്പിക്കലാണ്, ഇതൊരു തവക്കുലാണ്. അള്ളാഹുവിന്റെ കാവല് നമ്മൾ ചോദിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇത് അള്ളാഹുവിന് മാത്രം നമ്മൾ കൊടുക്കേണ്ടതാണ്. ഞാൻ വെറുതെ സൂചിപ്പിക്കണല്ലേ, നമ്മുടെ സൂറത്ത് ഹജ്ജിലെ 31-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ബലി അറക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടത് ആ ബലിമൃഗത്തിന്റെ മാംസമല്ല, അതിന്റെ രക്തമല്ല. അള്ളാഹുവിന് വേണ്ടത് അള്ളാഹുവിന് വേണ്ടത് നമ്മുടെ തഖ്വയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തഖ്വയാണ്. എത്ര കണ്ട് അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നുണ്ട് എന്ന ആ ഒരു സൂക്ഷ്മത ബോധമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ആവശ്യം. അത് റബ്ബിന് വേണ്ടി മാത്രം നമ്മൾ അറക്കണം. അതല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ബായിസ പോലെയുള്ള, ഹാമ് പോലെയുള്ള ചില മൃഗങ്ങളൊക്കെ ഉണ്ട്. ചില മക്കയിലെ മുശ്രിക്കീങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒഴിച്ചു വിടും, ഇന്ന മൃഗം അത് ഇന്ന വ്യക്തിക്ക് വേണ്ടിയാണ്, ഇന്ന ഷെയ്ഖിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അതിന്റെ മാംസം ഉപയോഗിക്കരുത്, അതിന്റെ പാൽ ഉപയോഗിക്കരുത്, അതിന്റെ തൊലി ഉപയോഗിക്കരുത്, അതിനെ തൊടരുത്, അതിനെ അറക്കരുത്, ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് ഒഴിച്ചു വിടുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. അവര് അത്തരത്തിലുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിർക്കാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ നേർച്ചകൾ, വഴിപാടുകൾ എല്ലാം ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ ഇബാദത്തുകളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അല്ലാഹു അല്ലാത്തവരിലേക്ക് നൽകിയാൽ അതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ഒന്നാണ് എന്ത്? പിന്നെ തവക്കുൽ. ആ തവക്കുൽ ഇബാദത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇബാദത്തും കൽബിയ, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഇബാദത്താണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇബാദത്താണ് പിന്നെ തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരമേൽപ്പിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ, വേണമെങ്കിൽ ബിസ്മില്ലാ വലജന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഇതൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ കാവല് കിട്ടാനുള്ള, അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാനുള്ള പ്രാർത്ഥനകളാണ്. ഇങ്ങനെ നിത്യജീവിതത്തിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊടുക്കും. ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, നമ്മൾ റെന്റിനൊക്കെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ആ വണ്ടിന്റെ സ്റ്റീറിംഗും ഉണ്ടാവും ഒരു പച്ചക്കെട്ട്, അല്ലെ? പിന്നെ ഒരു പച്ചക്കെട്ട് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അവൻ പിന്നെ ആ ഒരു വാഹനത്തിന്റെ ഐശ്വര്യമായിട്ട് കണ്ടത് ആ ചരടാണ്. ആ ചരട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന വിശ്വാസം. ആ ചരടിലാണ് വരമേൽപ്പിച്ചത്. പ്രത്യേകിച്ച് ആപത്തുകളൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാരൊക്കെ ഏലസ് കെട്ടികളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കൈമലായിരിക്കാം, ചില ആൾക്കാർ കഴുത്തിലായിരിക്കാം, ചില ആളുകൾ അരയിലായിരിക്കാം. ഈ രൂപത്തിൽ ചെറിയ ചെറിയ മക്കളെപ്പോലും നമ്മൾ ശിർക്കിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥകളൊക്കെ നമുക്ക്, ഇവരൊക്കെ ആ ചരടിലാണ്. ആരോ ഊതിക്കെട്ടിയ ഒരു ചരട്, ഏതോ പിന്നെ
പിന്നെ ജാറത്തിൽ നിന്ന് ഏതോ ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാൾ കെട്ടിക്കൊടുത്ത ആ ചരട് അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും വരൂല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവൂല, മാരകമായ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ചരട് കെട്ടി നടക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഹജ്ജിന് പോയല്ലോ കുറേ ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട്. ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. എത്ര ആൾക്കാരാ പിന്നെ അജ്മീർ പോയിട്ട് നേരെ അജ്മീർക്ക് പോവുക, അജ്മീറിൽ പോയിട്ട് അവിടെ ചെയ്യേണ്ട നേർച്ചകൾ വഴിപാടുകളൊക്കെ ചെയ്ത് ഷിർക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ സാധുക്കൾക്ക് അറിയുന്നില്ല നമ്മൾ ചെയ്യുന്നത് ഷിർക്കാണെന്ന് ചെയ്യുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ഈ രൂപത്തിലൊക്കെ ഷിർക്ക് ചെയ്തിട്ട് പലരും ഹജ്ജിന് പോകുന്നത്. എന്നിട്ട് നേരെ വരുന്നത് എവിടേക്കാ ഈ രൂപത്തിൽ പിന്നെ ഈ രൂപത്തിലുള്ള ജാറങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് വരിക. ഇനിയിപ്പോ നമ്മൾ സൗദിക്ക് പോയാൽ തന്നെ നേരെ പോകുക എവിടേക്കാ, മക്കത്തേക്കല്ല പോവുക, മക്ക ലക്ഷ്യം വെച്ചിട്ടല്ല പോവുക. ഭൂരിഭാഗം ആളുകളും മദീന ലക്ഷ്യം വെച്ചിട്ടാണ് പോവുക. എന്ന മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. ആ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അവർ ഹജ്ജും ഉംറയും ഒക്കെ കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ആ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഖബർ സിയാറത്ത് അതൊക്കെ ഇസ്ലാമിലുള്ള കാര്യം തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഖബർ സിയാറത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേ തടയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഒരു വിഗ്രഹാരാധനകളിൽ നിന്ന് ആളുകൾ ഖബറാരാധനയിലേക്ക് വരും. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധനാലയമാക്കരുത്, എന്റെ ഖബറിനെ നീ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാലയമാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, ഇദാ യഹൂദ നസറാക്കൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ ശപിക്കാനുള്ള കാരണം? മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാലയമാക്കി എന്നുള്ളതാണ് കാരണം. ഇതൊക്കെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടും ഇതും മനസ്സിലാക്കാതെ ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ ഖബർ ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നവരെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ആളുകൾക്ക് ദീൻ അറിയാത്തതിന്റെ പ്രശ്നമാണ്. അത്തരത്തിൽ ദീന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മുടെ ഈ QHLS പഠനം, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാ. പക്ഷേ അതിലേക്കൊന്നും പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നില്ല, നമ്മുടെ കുടുംബം എത്തിപ്പെടുന്നില്ല, നമ്മുടെ നാട് എത്തിപ്പെടുന്നില്ല. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ, നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ, നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പകർത്തുമ്പോൾ അതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. മറ്റൊരു ഉത്തരവാദിത്വം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. 19 മലക്കുകൾ കാവൽ നിൽക്കുന്ന, ശക്തന്മാരായ മല്ലന്മാരായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ഒരു നരകം നമുക്ക് വരാനുണ്ട്. ആ നരകം കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയാണ്, ചൂടേറിയതാണ്, കരിങ്കല്ലുകളെ പോലും കരിയിച്ച് കളയാൻ അത്രമാത്രം ശക്തിയുള്ള പവറുള്ള തീയാണ്. അങ്ങനെയുള്ള നരകത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ സത്യം, ഹക്ക്, അത് നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടാതെ പിന്നെ ഒരു സഹോദരൻ ഇങ്ങനെ പോകുന്നത് കണ്ട ഉറക്കെ നമ്മൾ വിളിച്ചു പറയൂലേ, സഹോദര പിന്നെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, നമ്മൾ സിഗ്നൽ കൊടുക്കും. കാരണം എന്താ? അങ്ങനെ മുന്നോട്ട് പോയ അപകടത്തിലേക്കാണ് നമുക്ക് ബോധ്യമുണ്ട്. ആരെങ്കിലും ഒരാൾ തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിളിച്ചു പറയില്ല, ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറി നിൽക്ക്, ചിലപ്പോൾ തേങ്ങ വീഴാൻ സാധ്യതയുണ്ട് അല്ലേ, നമ്മൾ പറയും അല്ലെ. ഒരു മുൻകരുതലാണ്. ഇതുപോലെ നമ്മൾ ആലോചിക്കുക, ശാശ്വതമായ മരണമില്ലാത്ത ലോകത്തിലെ ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് നടന്നു പോകുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമുക്ക് വേണ്ടപ്പെട്ടവർ, ഇവരെ കൈപിടിക്കാൻ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയാണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണില്ല, അറിയുന്നില്ല, അങ്ങനത്തെ സാഹചര്യങ്ങൾ, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് വെള്ളിയാഴ്ച ഒരു കുത്തുബുണ്ട് അല്ലെ, നമുക്ക് അറിയുന്ന ഭാഷയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയും, സഹാബത്ത് കരയും. അതെന്തുകൊണ്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഭാഷയിലാണ് പറയുന്നത്, സഹാബത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാകും. ആയത്തും ഹദീസൊക്കെ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്തു. ആഴ്ചയിൽ ഒരിക്കൽ കിട്ടേണ്ട ഒരു ഹുത്തുബയാണ്, ഒരു ഉപദേശമാണ്, ഒരു വാദാണ് ഹുത്തുബ. നമുക്ക് പോകാം അല്ലെ, നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട്. ഇപ്പൊ ഞാൻ പിന്നെ നിസ്കാരത്തിൽ ഓതിയത് സൂറത്തു ജുമഅയാണ്, 2ാമത്തെ റക്അത്തിൽ. ആ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്കുള്ള ക്ഷണിക്കുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞെന്നറിയോ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂൻ ഇലാ ആലിമിൽ ഗൈബി വശഹാദ. മരണം നിങ്ങളെ പിടികൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹുവിങ്കലേക്ക് മടക്കും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്നത്. വെള്ളിയാഴ്ച ക്ഷണിക്കുക, വ്യാഴാഴ്ച അല്ലെ നമ്മുടെ QHLS പഠനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷണിക്കുക, നാം കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള സദസ്സുകളിലേക്ക്
നമ്മൾ മുടങ്ങാതെ വരികയും നമ്മുടെ കുടുംബത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷണിക്കുക എന്നുള്ളതാണ്. 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി. നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് തുടങ്ങി വെച്ചു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ വിഷയമാണ് ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി. സകല കീഴ്വണക്കങ്ങളും അള്ളാഹുവിന് നൽകി ഋജു മനസ്കരായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കാം. അള്ളാഹുവിന് ശിർക്ക് ചെയ്യരുത്. ഇതാണ് അള്ളാഹിൻ്റെ ഡിമാൻഡ്. ഇതാണ് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. നീ ശിർക്ക് ചെയ്യാതെ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് ആൾക്കാരൊക്കെ പറയും, ഇപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഷമീർ സ്വലായി വന്ന് സൂറത്ത് ഹജ്ജ് എടുത്തിട്ട് എന്നീ തൗഹീദും ശിർക്ക് തന്നെ വേറെ ഒന്നും പറയാനില്ല. എപ്പോൾ വന്നാലും ഈ തൗഹീദ് ശിർക്ക് തന്നെ. പടച്ചോൻ പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ആയത്ത് പിന്നെ ഇല്ലാത്ത വിശദീകരണം കൊടുത്തു എന്ന് നിങ്ങൾ പറയില്ല. ഇതുവരെ പഠിച്ചതൊക്കെ പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു ശിർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് ഉപമയിലൂടെ പറയാണ്. അപ്പം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മയുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശിർക്കാണുള്ളത്. നിസ്കാരം, നോമ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാതും ഉണ്ട്. തൗഹീദില്ല, പോയില്ലേ, ഒക്കെ പോയില്ലേ, എല്ലാം പോയില്ലേ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അല്ലാഹു പറയാണ്, നീ എങ്ങനെ ജീവിക്കണം? ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി. ശിർക്ക് ചെയ്യാതെ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടാതെ അല്ലാഹുവിന് വേണ്ടി റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് നീ ജീവിക്കണം. അല്ലാഹുവിന്റെ അടിമയായി നീ ജീവിക്കണം. നമ്മളിപ്പോ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, ഇശാ നമസ്കരിക്കും അല്ലേ? നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ, ചെവിക്കുറ്റി വരെ അല്ലെങ്കിൽ 5 വരെ കൈ ഉയർത്തിയിട്ട് എന്ത് ചെയ്യും? ഇടത്തേ കൈയിന്റെ മുകളിൽ വലത്തേ കൈ വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കും, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അല്ലാഹുവേ, നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത്, അക്ബർ, ഏറ്റവും വലുത് നീയാണ്. 5 വക്ത നമസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര വട്ടം? ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മാത്രം പറഞ്ഞത്. ഇതിന് പുറമെ നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നീ നിന്റെ നമസ്കാരത്തിൽ കളവ് പറയുകയാണ്, നിന്റെ നമസ്കാരത്തിൽ കളവ് പറയുകയാണ്. എന്താണ് നമസ്കാരത്തിലെ കളവ്? നമസ്കാരത്തിലെ കളവ് എന്നുള്ളത് അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അല്ലാഹു അക്ബർ എന്ന് നീ നിന്റെ ജീവിതത്തിൽ നുണയാണ് പറയുന്നത്. കാരണം എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളിതാ റബ്ബിനേക്കാൾ പരിഗണന, റബ്ബിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നമ്മുടെ ഇണക്ക് കൊടുക്കുന്നു, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു, നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു, നമ്മുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു, നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്നു, നമ്മുടെ കച്ചവടങ്ങൾക്ക് കൊടുക്കുന്നു, നമ്മുടെ സമ്പത്തിന് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ പ്രഖ്യാപനമുണ്ടല്ലോ, അത് കളവാണ് എന്നതാണ് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. അല്ലാഹു അക്ബർ എന്ന ആ പ്രഖ്യാപനം അത് സത്യസന്ധമാകണമെങ്കിൽ റബ്ബിനേക്കാൾ പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ ഒന്നിനും നീ കൊടുക്കാൻ പാടില്ല. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ്. ഇന്നസ്സലാത്തി, എന്റെ നമസ്കാരം, വനുസുഖി, നേർച്ചകൾ, വഴിപാടുകൾ, നോമ്പുകൾ, എല്ലാ ഇബാദത്തുകളും, വമഹിയായ എന്റെ ജീവിതം, വമമാത്തി എന്റെ മരണം, എന്റെ ജീവിതം മരണത്തിനിടയ്ക്കുള്ള എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ല, അല്ലാഹുവിന് വേണ്ടിയാണ്. റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നർത്ഥം. അപ്പൊ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടാകരുത്. എന്താണെങ്കിലും റബ്ബിന് ഇഷ്ടമില്ലാത്തത് ഉണ്ടാകരുത്. ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കാണരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയരുത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കുക, റബ്ബേ, ഞാൻ ഈ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമുള്ളതാണോ? കാണുന്നത്, സംസാരിക്കുന്നത്, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളതാണോ? നമ്മുടെ മനസ്സ് റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഉടനെ മാറാം. ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബോധ്യം വരുന്നെങ്കിൽ ഉടനടി എന്ത് ചെയ്യുക? തൂബൂ ഇലല്ലാഹ്, ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. ഒരു മുസ്ലിം, ആ മുസ്ലിമിന്റെ രൂപത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 3 കാര്യങ്ങളിൽ ഉണ്ടായാൽ ഒരു മനുഷ്യന്റെ മുസ്ലിമായി. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്. 2 ഒരു തിന്മ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി നന്മ ചെയ്യണം. 3 ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ ജീവിക്കുക. അല്ലാഹുവിന് ഇനി ആര് പറഞ്ഞാലും, ഉമ്മയും ബാപ്പയും ഒക്കെ കഴിഞ്ഞിട്ടല്ല ബാക്കിയൊക്കെ ഉള്ളൂ. എല്ലാം കൂട്ടുകാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഒക്കെയാണ്. അല്ലാഹു പറഞ്ഞതറിയോ,
മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഉഹുമാ. നിന്റെ മാതാപിതാക്കളാണ് ശിർക്ക് ചെയ്യാൻ വേണ്ടി നിന്നോട് പറയുന്നത് എങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിന്നോട് ചെയ്യാൻ പറയുന്നത് എങ്കിൽ ആ വിഷയത്തിൽ മാതാപിതാക്കളെ നീ അനുസരിച്ച് പോകരുത്. ഇത് ശിർക്കിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇത് ശിർക്കിന്റെ വിഷയത്തിൽ മാത്രമല്ല. അള്ളാഹു നമ്മളോട് ഏൽപ്പിച്ചൊരു കാര്യത്തിന് എതിരായിട്ട് സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും, ഇനി അതിനപ്പുറത്ത് ആരുമില്ലല്ലോ, ആ ഉമ്മ നിന്നോട് പറഞ്ഞാൽ പോലും പറയുന്നത് അള്ളാഹുവിന് എതിരാണെങ്കിൽ അത് അനുസരിക്കരുത്. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ്. കാരണം നമുക്ക് വലുത് അള്ളാഹുവാണ്. ചില സഹാബിമാരൊക്കെ ഇസ്ലാമിലേക്ക് വരുമ്പോ ഉമ്മമാരിങ്ങനെ പറയും, പൊന്നു മോനെ, നീ നിന്റെ ദീനിൽ നിന്ന് പുതിയ മതത്തിൽ നിന്ന് നീ മടങ്ങിയിട്ടില്ല എങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കൂല, ഒരു ഒറ്റ ഭക്ഷണം പോലും കഴിക്കുകയില്ല എന്ന് പറയും. അപ്പൊ അവർക്ക് വിഷമായി. ഉമ്മയാണല്ലോ പറയുന്നത്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കും. അങ്ങനെ പോയിട്ട് ഉമ്മയോട് പറയും, ഉമ്മ വീണ്ടും പറയും, നിന്റെ മതത്തിൽ നിന്ന് നീ പിന്മാറിയിട്ടില്ല എങ്കിൽ ഈ രൂപത്തിൽ ഞാൻ മരിക്കാൻ റെഡിയാണ്, ഞാൻ മരിക്കുമെന്ന് പറയുമ്പോൾ ആ സഹാബത്ത് സ്വന്തം മാതാപിതാക്കളോട് പറയുന്ന മറുപടി, 100 ആത്മാക്കൾ എന്റെ മുമ്പിൽ പിന്നെ പടഞ്ഞ് മരിച്ചാലും ഒരിക്കലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ നിന്ന് പിന്മാറുകയില്ല. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിക്കുക. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശിർക്ക് ചെയ്യാതെ, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടാതെ സകല കീഴ്വണക്കങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നൽകിക്കൊണ്ട് നീ ജീവിക്കണം, റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്തയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. വമൻ യുശ്രിക് ബില്ലാഹ്, ശരിക്ക് മനസ്സിലാക്കി വെച്ചോ, ശരിക്ക് പഠിച്ചു വെച്ചോ. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ഒരുപാട് ഇബാറത്തൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നും വായിക്കണില്ല. അതൊക്കെ വായിച്ച് വിശദീകരിച്ച് വരുമ്പോൾ പിന്നെ ഇവിടെ പണ്ഡിതന്മാരുണ്ടെന്ന് എനിക്കറിയാം, എല്ലാത്തവരുണ്ട്. സാധാരണക്കാർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഒറ്റയടിക്ക് പറയാം, അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമുണ്ട്, റബ്ബിന് കിട്ടേണ്ടത് അത് റബ്ബിന് മാത്രം കൊടുക്കുക. അത് റബ്ബല്ലാത്തവർക്ക് റബ്ബിന് മാത്രം കൊടുക്കൽ തൗഹീദ്. അള്ളാഹുവിന് കിട്ടേണ്ടത് റസൂൽ പറഞ്ഞല്ലോ, യാ ഗുലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അടിമക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് അടിമയിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ടതുണ്ട്, അള്ളാഹുവിൽ നിന്ന് അടിമക്ക് കിട്ടേണ്ടതുണ്ട്. എന്താണ് അടിമയിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം? ഒരു അടിമയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത്. ആരാധന എന്ന് പറഞ്ഞ ഇബാദത്ത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ മുഴുവൻ എല്ലാം. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് റെക്കോർഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പറയാണ്, അപ്പോൾ നിങ്ങളൊക്കെ നല്ല അഭിപ്രായം പറയട്ടെ. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാരൊക്കെ പിന്നെ ഇത് യൂട്യൂബിലൊക്കെ വരും, അപ്പോൾ ആൾക്കാരൊക്കെ ഷമീർ സലാഹി ഉഷാറാന്ന് പറയട്ടെ. ആ ഒരു ചിന്ത വന്നാൽ അതിനെയാണ് റിയാദ് എന്ന് പറയും, ലോകമാന്യത. മറ്റുള്ള കർമ്മങ്ങളൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പോൾ പറയാം, ഈ ഒരു വിവാദത്തിനെ കുറിച്ച് പറയാം. അത് ശിർക്കാണ്. റസൂലുള്ള പറയാം, അത് ശിർക്കാണ്. നീ വാഴ്ന്നു പറഞ്ഞത്, നീ ഉപദേശം പറഞ്ഞത് ആർക്കല്ല? അല്ലാഹുവിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല. നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ്? ഈ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം ആളുകളെ അറിയിക്കുക, ആളുകളുടെ പ്രശംസയാണ്. ആളുകളുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തത്. അത് ശിർക്കാണ്. പിന്നെ ശിർക്കിന് വലുതുണ്ട്, ചെറുതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാഷ്ടം എന്നും കാഷ്ടം തന്നെയാണ്, വിഷം എന്നും വിഷം തന്നെയാണ്. അത് കുറച്ച് വീണിട്ടുള്ള ബിരിയാണി ചെമ്പിൽ ഒരു മൂലയിൽ വീണിട്ടുള്ളേ, അങ്ങോട്ട് മാറ്റിയ ബാക്കി തിന്നോ നമ്മൾ? ഒരു ബിരിയാണി ചെമ്പിൽ കുറച്ചായി വിഷം അങ്ങോട്ടായി, ഒരു മൂലയിൽ കുറച്ചായിട്ടുള്ളൂ, തിന്നോ നമ്മൾ? എത്ര കിൻഡലുണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കൂലേ? അപ്പൊ ചെറുതെന്ന് പറഞ്ഞിട്ട് ഇല്ല, നാളെ തൂക്കി കൊണ്ടുപോകും. താറാവിനെയും കോഴിനെയൊക്കെ അറക്കാൻ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകുക? കാല് കണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ? ഇതുപോലെ നാളെ പരലോകത്ത് റിയാ ചെയ്തവൻ, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ അമൽ ചെയ്തവൻ, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ നിസ്കരിച്ചു, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ വഅദ് പറഞ്ഞു, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഖുർആൻ ഓതി, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ദാനധർമ്മം ചെയ്തു, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഹജ്ജ് ചെയ്തു. ആൾക്കാരൊക്കെ ഹാജി എന്ന് വിളിക്കണം അല്ലെ? അത് ശിർക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ശിർക്കാണ്, പക്ഷേ റസൂലുള്ള പറഞ്ഞു അതിന്റെ അനന്തരഫലം എന്താ? കാൽ രണ്ടും കൂട്ടിപ്പിടിച്ച് അവന്റെ മുഖം നിലത്ത് കുത്തി വലിച്ചടച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ശക്തന്മാരായ മലക്കുകൾ നരകത്തിൽ
വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സകല ഇബാദത്തുകളും അല്ലാഹുവിന് വേണ്ടി മാത്രം. മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും മാതാപിതാക്കൾ കാണല്ലേ, അല്ലെ? നമ്മൾക്ക് പ്രായപൂർത്തിയൊക്കെ ആയി കുറച്ചൊക്കെ വലുതായ മക്കളുണ്ട്. ഞാൻ ഉപദേശിക്കേണ്ടെന്ന് പറയല്ലോ കേട്ടോ. കുറച്ചൊക്കെ ബോധം വന്ന് ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പൊ സൽമാൻ ഖാനെ പറയും, സൽമാൻ കൂടിയിരിക്കുന്നത്. സൽമാൻ ഖാക്ക് അറിയാം നിസ്കരിക്കണം, സൽമാൻ ഖാക്ക് അറിയാം അതിന് പോകണം എന്നൊക്കെ. സൽമാൻ ഖാൻ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. സൽമാൻ ഖാൻ പോണില്ല എന്നല്ല, നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സൽമാൻ പോയി നിസ്കരിക്കും. സൽമാൻ ഖാൻ അത്യാവശ്യം തിരക്ക് എന്തെങ്കിലും അർജന്റ് കേസ് വന്നുണ്ടോ, ഒരു 2-3 വട്ടം ഇതിപ്പോ എന്താ അപ്പൊ ആ നിസ്കാരം എന്തായി മാറുമെന്ന് അറിയും. ആ നിസ്കാരം പിന്നെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി മാറും. മനസ്സിലായി? ആ നിസ്കാരം ഉമ്മാക്കും വാപ്പാക്ക് അത് വിചാരിച്ച് ഉപദേശിക്കണ്ട പറയണ്ട എന്നൊന്നല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഫാത്തിമ ബീവിയും റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു കിടന്നുറങ്ങാണ് ബെഡ് പിന്നെ റൂമിൽ ഡോർ പോയി മുട്ടി നിസ്കാരത്തിനുള്ള സമയമായി അല്ലേ. അലി റളിയല്ലാഹു എന്തോ മുറുമുറുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ കിടന്നു. തഹജ്ജുദ് നിസ്കാരം കേട്ടോ, പിന്നെ ഫർദ് നിസ്കാരമല്ല, അവിടെ കിടന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യരെന്നും തർക്കിക്കുന്നവനാ. അവൻ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോയി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരിക്കലും നമുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അവര് റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ അവരെ നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നമ്മളെ കാണിക്കാൻ, നമ്മളെ അറിയിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ രൂപത്തിൽ അവർ ഉപദേശിക്കും. അങ്ങനെ ആകരുത്. നമ്മുടെ മക്കൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. തൗഹീദ്, റുബൂബിയ, ഉലൂഹിയ, അസ്മാ വ സിഫാത്ത്. ഇത് അല്ലാഹുവിന് മാത്രം കൊടുക്കുക. അതാണ് തൗഹീദ്. അള്ളാഹു ആണ് മാലിക്, അള്ളാഹു ആണ് റാസിഖ്, അള്ളാഹു ആണ് മുദബ്ബിർ, അള്ളാഹു ആണ് മുസർരിഫ്. ഈ ലോകത്തെ പടച്ചത്, നമ്മളൊക്കെ പടച്ചത്, എല്ലാത്തിനെയും പടച്ചത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിനെയും രൂപം കൊടുത്തത്, എല്ലാവർക്കും റിസ്ഖ് കൊടുത്തത് ഇതൊക്കെ അള്ളാഹു. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ ബസീർ, ഇന്നല്ലാഹ സമീഅ, ഇന്നല്ലാഹ അലീം. ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതൊക്കെ റബ്ബിന് മാത്രം. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവന് തുല്യനായിട്ട് ഒരാളുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇത് വിശദീകരിക്കാൻ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ആയത്ത് വേറില്ല. അതിനേക്കാൾ സുന്ദരമായ ഒരു ഉപമ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലെ, ഇത്ര ശിർക്ക് വിശദീകരിക്കാൻ പറ്റി ഇത്ര പെർഫെക്റ്റ്, അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങളും പിന്നെ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം. അതുപോലെ ഉലൂഹിയത്ത്, നമ്മുടെ ജീവിതത്തിലെ ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കൊടുക്കുക. അതിനെയാണ് തൗഹീദ് എന്ന് പറയാം. വഹദ യുവഹിദു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിന് പുറമെ ഒരാളില്ല. അതിന്റെ അവകാശം അത് അടിമയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അടിമയിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അതുപോലെ ആ ഒരു പിന്നെ ബാധ്യത ചെയ്താൽ, ആ ഒരു കടമ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ഒരു അടിമക്ക് കിട്ടേണ്ട ബാധ്യത എന്താ, അവകാശം എന്താ? ആ റബ്ബിനെ മാത്രം ആരാധിച്ച അടിമയെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യാത്തവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ശിർക്ക് ചെയ്യാത്തവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അതൊരു അടിമക്ക് കിട്ടേണ്ട അവകാശമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാത്തിന്റെയും റബ്ബ് അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഇനി ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിന് കൊടുത്താൽ അതിനെയാണ് ശിർക്ക് എന്ന് പറയാം. ഇത് ആയത്താണ് കേട്ടോ, ഒന്നും കൂടെ കേട്ടോ, ഞാൻ ഊഹിത്തരാം. ആരെങ്കിലും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്താൽ, പങ്കു ചേർത്താൽ, സൂറത്ത് ഹജ്ജിലെ 31-ാമത്തെ ആയത്താണ്. എന്താണ് ശിർക്ക്? അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. മക്കയിലെ മുശ്രിക്കീങ്ങൾ റുബൂബിയത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു. ആരെ ആകാശത്തെ പടച്ചത്? അള്ളാഹ്. ഭൂമിയെ പടച്ചത് അള്ളാഹ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലമീൻ. അതൊക്കെ ലയഖൂലന്നല്ല, ഒക്കെ നമ്മളെക്കാൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണ്. ഞാൻ വെറുതെ പറയല്ല. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിന് മുമ്പിൽ പറഞ്ഞതാ. ഇതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് ബോധ്യപ്പെടുന്നു. ഷെയ്ഖ് മടവൂർ എത്ര കോഴിക്കോട് ജീവിച്ച് മരിച്ചുപോയി, പിന്നെ അവസാന കാലത്തൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഷെയ്ഖ് മടവൂർ എത്ര പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ ലോകത്തെ മടവൂർ ഷെയ്ഖ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആയത് പറഞ്ഞില്ലേ? ഇത് വിശ്വസിച്ച് നടക്കുന്നവരില്ലേ? ഈ വിശ്വാസം വേറുന്നവരെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ മുശ്രിക്കീങ്ങളെക്കാൾ അടംപതിച്ചു എന്നതല്ലാതെ എന്നവരെ കുറിച്ച് പറയാ. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് എന്ന വിഷയത്തിൽ. അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അവർക്ക് പിഴച്ചത് എവിടെയാ? അവർക്ക് പിഴച്ചത് അള്ളാഹു മാത്രം പോരാ. ഖൗലു സൂർ പറഞ്ഞില്ലേ, കളവ് വാക്ക്, വ്യാജ വാക്ക് പഠിച്ചു വെച്ചതൊക്കെ വരും. എന്താ ഖൗലു സൂർ എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് എഴുതിക്കോ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അതാണ് ഖൗലു സൂർ.
അതാണ് ഖൗലു സൂർ. ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള അടയാളന്മാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വാക്കാണ്. ഇതാണ് ഖൗലു സൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഇത്തരത്തിലുള്ള ഖൗലു സൂർ വജ്തനിബു ഖൗലു സൂർ, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണേ, ഉപേക്ഷിക്കണേ. അതൊന്നും പാടില്ല, അത്തരത്തിലുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ല. 30-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മക്കയിലെ മുശ്രിക്കിന്റെ വാദ അല്ലേ, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ തൗഹീദുർ റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ ഇന്നത്തെ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് പഴച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം, മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്ക് ഉണ്ടാവുമോ? ഇല്ല, ആ വിശ്വാസം വെച്ച് നടക്കണവരുണ്ട് ഇല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്ക് ഉണ്ടാവൂല എന്ന് പറയണവര്. എന്നാ നിങ്ങൾ കേട്ടോ, ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് 40 ആളുകൾ 40 തൗഹീദുള്ളവർ നമസ്കരിച്ചാൽ, തൗഹീദുള്ള 40 ആളുകൾ നമസ്കരിച്ചാൽ, മയ്യത്ത് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? നമ്മൾ മരിച്ചു, ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ 100 ആൾക്കാർ വരും, ഒരു 40 ആൾക്കാരെ വരിക അല്ലെ? അതിൽ 100 അതിലധികം ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? 40 ആളുകൾ തൗഹീദുള്ളവർ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദുള്ളവർ എന്നെടുത്ത് പറയാനുള്ള കാരണം? തൗഹീദുള്ളവർ എന്ന് എടുത്തു പറയാനുള്ള കാരണം ആ വന്നത് മുഴുവൻ മുസ്ലിംകളാണ്, സംശയമില്ല. നമ്മുടെ അയൽപ്പക്കത്ത് ഒരു അമുസ്ലിം ഉണ്ട് എങ്കിൽ, ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ, ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കില്ല. ചിലപ്പോൾ മയ്യത്ത് കാണാമെന്നേക്കാം, പക്ഷെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കില്ല. മയ്യത്ത് നമസ്കരിക്കുന്നവർ മുഴുവൻ മുസ്ലിംകളാണ്. പക്ഷേ ആ മുസ്ലിംകളുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്നവരും തൗഹീദുള്ളവരുമുണ്ട് എന്നതല്ലേ ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മയ്യത്ത് നിസ്കരിക്കുന്ന മുസ്ലിം മാത്രമായിരിക്കും, മുസ്ലിം അല്ലാത്ത ഒരുത്തനും എന്തില്ല മയ്യത്ത് നിസ്കരിക്കൂല. ആ നിസ്കരിക്കുന്ന മുസ്ലിങ്ങളിൽ ആർക്കുണ്ട്? ശിർക്ക് ചെയ്യുന്നവരുമുണ്ട്, തൗഹീദുള്ളവരുമുണ്ട്. അതാണ് റസൂൽ എടുത്തു പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മതി 40 മുസ്ലിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ, 40 ആൾക്കാർ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെയല്ല റസൂൽ പറഞ്ഞത്. 40 തൗഹീദുള്ളവർ എടുത്തു പറയാനുള്ള കാരണം ആ നിസ്കരിക്കാൻ നിന്നവരിൽ ശിർക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരും എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്ക് സംഭവിക്കുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ മുസ്ലിങ്ങളിൽ ശിർക്കുണ്ടോ? ഉണ്ട്. കേട്ടോ, കൃത്യമായിട്ട് നമ്മൾ കേട്ടോ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വല്ല നീലത്തീനും എന്നെ വീളിപ്പോക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറഞ്ഞതാണ്, എവിടെ വെച്ച് എന്നെ വിളിച്ചാലും നിങ്ങളുടെ വിളി കേൾക്കുന്നതിന് മുമ്പേ, നിങ്ങളുടെ വായ കൂടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. എവിടെ വെച്ച് വിളിച്ചാലും നിങ്ങൾ വിളിച്ച് വായ കൂടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് അല്ലേ? അതിന്റെ അർത്ഥം എന്താ? എവിടെ വെച്ച് വിളിച്ചോ ഞാൻ കേൾക്കും, നിങ്ങളെ വായ കൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലാഹ സമീഅ എന്ന അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർത്തില്ല കൂട്ടരെ. ഈ രൂപത്തിൽ അസ്മാഉ വ സിഫാത്ത് അല്ലാഹു അല്ലാത്തവർക്ക് വെച്ചാൽ അല്ലാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ആവുന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ ഇബാദത്ത്, എത്ര ആൾക്കാരുണ്ട് അല്ലാത്തവർക്ക് നേരെ പിന്നെ കൈനീട്ടുന്നവർ, ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി. കടങ്ങളുണ്ട് തങ്ങളെ, മക്കൾ ആവശ്യമുണ്ട് മക്കളെ, പിന്നെ തങ്ങളെ ഈ രൂപത്തിൽ നല്ല കുടുംബം വേണം, പരീക്ഷയാണ്, അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ കടങ്ങളുണ്ട്, അതുപോലെ തന്നെ ജോലിയിൽ ലാഭങ്ങൾ വേണം. ഈ രൂപത്തിൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈനീട്ടുന്നവരില്ലേ, പച്ചയായ ശിർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് മുസ്ലിം ഉമ്മത്തിൽ. നീ ശ്രദ്ധിച്ചു കേട്ടോ. അല്ലാഹു പറയാ ഈ രൂപത്തിൽ അല്ലാഹുവിന് കൊടുക്കേണ്ടത് അല്ലാഹു അല്ലാത്തവരിലേക്ക് കൊടുത്താൽ, ശിർക്ക് ആരെങ്കിലും ചെയ്താൽ ആകാശത്ത് നിന്ന് വീണവനം പോലെയാണ്. ഒരാളെ, ഇതൊരു ഉപമയാണ് കേട്ടോ, ഇത് ഖുർആന്റെ ഒരു ഉപമയാണ്. ഖുർആൻ ഒരുപാട് ഉപമ ഉണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാ ഉപമകളൊക്കെ? കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ അള്ളാഹു ഈച്ചനെ വെച്ചിട്ട് ഉപമ പറഞ്ഞിട്ടുണ്ട്, ശിർക്കിന്റെ വിഷയത്തിൽ തന്നെ അല്ലെ? ഈച്ചനെ വെച്ചിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താ? അവർക്ക് ഈച്ചയെപ്പോലും പടക്കാൻ, ഒരു ഈച്ചനെ പോലും സ്വന്തമായിട്ട് പടക്കാൻ കഴിയാത്ത ആൾക്കാരോടാണ് നിങ്ങൾ തേടുന്നത്, നിങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹു പറഞ്ഞ ഒരു ഉപമയാണ് അത്, ഒരു ഈച്ചയെപ്പോലും. അതുപോലെ തന്നെ ഈച്ച എന്തെങ്കിലും ഒന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ ആ കൊണ്ടുപോയതിനെ തിരിച്ചു വരാൻ പോലും കഴിയാത്ത ആൾക്കാരോടാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ഈച്ചനെ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു, അബൂജഹലൊക്കെ ചോദിച്ചു, അല്ല മുഹമ്മദ്, ഈ ഈച്ചയും ഇതൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഉമ്മയായിട്ട് പറയാനുള്ളത്? അള്ള കൊടുത്ത മറുപടിയാ, പിന്നെ കൊതുക, അതല്ല അതിനപ്പുറം ചെറുതാ വലുതാ എന്താകട്ടെ, അള്ളാഹ്ക്ക് ഉപമയായിട്ട് എടുക്കാൻ ഒരു മടിയില്ല. അതുപോലൊരു ഉപമയാണ്. ഒരാള് പിന്നെ ആകാശത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് അല്ലെ? ഇപ്പൊ ഒരു ഫ്ലൈറ്റിലൂടെ ഇങ്ങനെ പോവുകയാണ് ഒരാൾ, നല്ല സംരക്ഷണം ഉണ്ടല്ല, നമ്മളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തവരുണ്ടോ ഇല്ലാത്തവരുണ്ടോ. നമ്മൾ സുരക്ഷിതരായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരാളെന്ത് ചെയ്തു, നമ്മൾ ചിന്തിക്കും, ഒരാളെന്ത് ചെയ്തു, ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ വീണു എന്ന് വിചാരിക്കുക. അവന്റെ അവസ്ഥ എന്താ? നല്ല ഉയരത്തിൽ ഇങ്ങനെ പോകുന്ന, അതല്ലെങ്കിൽ ആകാശത്തൊരു സുരക്ഷിതമായ സ്ഥലത്തുള്ള ഒരാള്
പെട്ടെന്ന് അവിടെ നിന്ന് ആ സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വീണാലുള്ള അവസ്ഥ എന്താ? ചിലപ്പോൾ ശക്തമായ കാറ്റെന്ത് ചെയ്യും? അവനെ കൊണ്ടുപോകും, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്, വേറെ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിലേക്ക് കൊണ്ടുപോയിടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തഹ്വീ ബിഹിർ ഫീ മകാനിൻ സഹീഖ്. വളരെ വിദൂരമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, അവനക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആ കാറ്റ് അവൻ ഉപേക്ഷിച്ചേക്കാം. ചിലപ്പോ വലിയ വലിയ കഴുകന്മാര് റാഞ്ചിക്കൊണ്ടുപോകും. നമ്മളിങ്ങനെ ആകാശത്ത് നിന്ന് വീണിട്ട് ഇങ്ങനെ വരിക, അപ്പൊ ഒരു കഴുകന്റെ ഭക്ഷണമാണ്, കഴുകൻ നമ്മളൊക്കെ കഴിക്കാലോ. ആ കഴുകൻ വന്നിട്ട് നമ്മളെ കൊണ്ടുപോയി കുത്തി 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 കീറി ഭക്ഷണമായിട്ട് കഴുകൻ തിന്നും. ഇതൊന്നും കാറ്റും കൊണ്ടുപോയില്ല, കഴുകനും കൊണ്ടുപോയില്ല. ആലോചിക്കുക, കാറ്റും കൊണ്ടുപോയില്ല, കഴുകനും കൊണ്ടുപോയില്ല. എന്തുണ്ടാവുക? നമ്മൾ ആകാശത്ത് നിന്ന് ഒരു ഫ്ലൈറ്റിൽ നിന്ന് വീണ എന്തുണ്ടാവുക? നമ്മൾ സ്ഥലത്ത് വീണ് മരിക്കും. അല്ലുണ്ടാവുക? ആ ഫ്ലൈറ്റിൽ നിന്ന് വീണ് ആരെങ്കിലും ജീവിക്കോ? ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് ആരെങ്കിലും നിലത്ത് വന്ന് ആരെങ്കിലും ജീവിക്കോ? അല്ലെ? അതോടുകൂടി കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. ഇതുപോലെയാണ് തൗഹീദ് എന്നുള്ളത് ഒരു സംരക്ഷണമാണ്. തൗഹീദ് എന്നുള്ളത് ഒരു സംരക്ഷണത്തിന്റെ ഒരു കേന്ദ്രമാണ്. തൗഹീദ് എന്നുള്ളത് സംരക്ഷണത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. റബ്ബ് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനോട് ശിർക്ക് ചെയ്താൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശത്ത് നിന്ന് വീഴുമ്പോൾ വലിയ വലിയ പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോയേക്കാം. അതല്ലെങ്കിൽ ശക്തമായ കാറ്റ് അവനെ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക്, വിദൂരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം. ഇതുപോലെയാണ് ശിർക്ക് ചെയ്തവൻ, അവൻ നശിക്കുകയാണ്. അതോടുകൂടി തൗഹീദ് എന്ന ആ ഒരു സംരക്ഷണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവൻ നാശത്തിലേക്ക് പോവുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കിട്ടേണ്ട അവകാശം റബ്ബിന് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളും റബ്ബിന് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുൽ അൻസാരിയായ സഹാബിയുടെ ഖബറിന്റെ അരികിൽ നിന്ന് ഓതിയ ഒരു സന്ദർഭമുണ്ട്. വലിയ ഹദീസാണ്, നമ്മൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, സമയമായിട്ടുണ്ട്, 8:30 ആയി തുടങ്ങിയിട്ടുണ്ട്. വലിയ ഹദീസ്, ഞാൻ പൈക്കൊന്നും പോടില്ല. ആ അൻസാരിയായ സഹാബിയുടെ ഖബറിൽ ഇരിക്കലിരുന്നിട്ട് ആദ്യ റസൂൽ പറഞ്ഞ ഉപദേശം എന്നറിയോ? ഒന്നാമത്തെ ഉപദേശം, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. രണ്ടാമത് റസൂൽ പറഞ്ഞത്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലൻ മിനൽ ആഖിറ എന്ന ഉപദേശമാണ്. ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ മരിക്കുന്ന സന്ദർഭം. മൂന്നാമത് റസൂൽ പറഞ്ഞു, ഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ സുഹൂദുൽ വുജൂഹ്. ഒരു കാഫിറായ മനുഷ്യന്, നന്ദികെട്ട മനുഷ്യന്, സത്യനിഷേധിയായ മനുഷ്യന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ നേരെ വിപരീതം വിശ്വസിച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മരിച്ചോര് കേൾക്കൂലടോ, മരിച്ചോരെ കേൾപ്പിക്കാൻ കഴിയില്ലടോ. ഇലാ യൗമിൽ ഖിയാമ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. എത്ര വ്യക്തമായിട്ട് അല്ലാഹു പറഞ്ഞത്. ലോകാവസാനം വരെ വിളിച്ചാലും ഉത്തരം നൽകാത്തവരോട്, നിങ്ങളുടെ വിളി കേൾക്കാത്തവരോട്, നിങ്ങളുടെ വിളിയുടെ വിഷയത്തിൽ അശ്രദ്ധരായവരോടാണ് നിങ്ങൾ ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ കേട്ടോ, നുണ പറയുന്നതല്ല. സൂറത്ത് അഹ്കാഫിലെ ആയത്ത, വമൻ അദല്ലു മിമ്മൻ യദ്ഉ, ദുആ ചെയ്യുന്നു ആരോട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോട്, അല്ലാഹുക്ക് പുറമെയുള്ളവരോട്. ലോകാവസാനം വരെ വിളിച്ചാലും നിങ്ങളുടെ വിളി കേൾക്കാത്തവരോട് ദുആ ചെയ്യുന്നവർ അവരെക്കാൾ വലിയ അക്രമി. അല്ലാഹു പറഞ്ഞു കേൾക്കൂല, നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. കുഫ്റല്ലേ, പച്ച കുഫ്റല്ലേ ചെയ്യുന്നത്, പച്ച കുഫ്റല്ലേ വിശ്വസിക്കുന്നത്. ഈ കുഫ്ർ ചെയ്തവൻ മരിക്കുമ്പോൾ കറുകറുത്ത മുഖത്തോടുകൂടി പേടിപ്പിക്കുന്ന രൂപത്തിൽ മലക്കുകൾ വരും. അല്ലാഹു റസൂൽ വലിയ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവന്റെ റൂഹിനെ എങ്ങനെ പിടിച്ചെടുക്കും, എങ്ങനെ പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ളു വലിച്ചൂരുന്നത് പോലെ പുറത്തേക്ക് വരില്ലേ ഈ മലക്കുകളൊക്കെ കാണണേ. നമ്മളൊക്കെ മരിക്കുമ്പോ തന്നെ അറിയാം, മരിക്കുന്നേക്കാളും മുമ്പ്, റൂഹ് പിരിനേക്കാളും മുമ്പ് നമ്മൾ അറിയും നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടോ. എപ്പം മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലേ? അവൻ ഈ മലക്കുകളൊക്കെ കണ്ട്, ഈ കറുകറുത്ത മുഖത്തോടുകൂടിയുള്ള മലക്കുകളൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലായി, എന്റെ പരലോകം എനിക്ക് നഷ്ടമായി എന്ന്. അവന്റെ റൂഹ് അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. മലക്കുൽ മൗത്ത് ബാസിത്തു ഐദി, കൈകൊണ്ട് ആഞ്ഞു വീശും, പുറത്തേക്ക്
പുറത്തേക്ക് വരില്ല. ആരും ഉറക്കെ ഗർജിക്കൽ, ഉറക്കെ ഇറങ്ങി വാടാന്ന് പറയും, പുറത്തേക്ക് വരില്ല. രണ്ടാമത് ബാസിത്തുലായിരിക്കും, കൈകൊണ്ട് ആഞ്ഞു വീശും, പുറത്തേക്ക് വരില്ല. മൂന്നാമത് അവന്റെ മുഖത്തും പെരടിയിലൊക്കെ ആഞ്ഞടിച്ച് അവന്റെ റൂഹിനെ പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ളു വലിച്ചൂരുന്നത് പോലെ പുറത്തേക്ക് എടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഖുർആൻ ഒരു ആയത്ത് ഓതി. എന്തായെന്ന് പറയും? ലാ തുഫത്തഹൂന ലഹും അബ്വാബസ്സമാ, ലാ തുഫത്തഹൂന ലഹും അബ്വാബുസ്സമാ, ലാ തുഫത്തഹൂന. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ കവാടം അതുപോലെ തന്നെ ആകാശത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുകയില്ല. സ്വർഗത്തിന്റെയോ ആകാശത്തിന്റെയോ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കുകയില്ല. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതി കൊടുത്തൊരു ആയത്ത് അത് ശ്രദ്ധിച്ചു കേട്ടോ. അവസാനമായിട്ട് ശിർക്ക് ചെയ്യാതെ സകല കീഴ്വണക്കങ്ങളും അല്ലാഹുവിന് നൽകിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഒരു കാഫിറിന് വേണ്ടി അവന്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോ, ഒരു മുഅ്മിനിന് വേണ്ടി 7 കവാടങ്ങളും തുറന്നു കൊടുക്കുമ്പോ കാഫിറിന് വേണ്ടി ആ ഒരു കവാടവും തുറന്നു കൊടുക്കുകയില്ല. ആകാശത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയില്ല. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ. റസൂൽ പറയാണ്, ശിർക്ക് ചെയ്തവന് അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ഒന്നില്ലെങ്കിൽ വലിയ കഴുകന്മാരൊക്കെ റാഞ്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ വലിയ കാറ്റൊക്കെ അവന് വിദൂരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആകാശവും സ്വർഗ്ഗം അവർക്ക് മുമ്പിൽ തുറക്കൂല. അതിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് 7 കവാടങ്ങളും തുറക്കപ്പെടണം. എപ്പോ? നമ്മൾ മരിച്ച ഉടനെ സെക്കൻഡിൽ നമ്മുടെ റൂഹിനെ കൊണ്ട് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ ആകാശത്തിന്റെ 7 കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടണം. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കണം. ഇഷ്ടമുള്ള കവാടത്തിലൂടെ വരൂ, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാം എന്നും പറഞ്ഞ് ആനയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. എല്ലാം പുറത്തു തരണേ റഹ്മാനെ. നിന്റെ കലാമം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണ് റഹ്മാനെ. ആ ഖുർആനിന്റെ ആയത്തുകൾക്കനുസരിച്ച്, പ്രവാചകന്റെ ജീവിതം അനുസരിച്ച് ഇനിയുള്ള കാര്യങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നിന്റെ റിളൽ കിട്ടിക്കൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും രോഗത്തിലാണ്, ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ഒരു കുടുംബമായി, ഒരു ബന്ധമായി നീ ഞങ്ങളെ യോജിപ്പിച്ചതുപോലെ നാളെ പരലോകത്തിലും, നാളെ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബമായി ഉമ്മയോടൊപ്പം, ബാപ്പയോടൊപ്പം, ഇണയോടൊപ്പം, മക്കളോടൊപ്പം ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസിയാമിനാ വഖിയാമിനാ വകുല്ലു മിൻ അഅമാലി സ്വാലിഹാതിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയ അൽ ഹാജാത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصرهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.